ശത്രുരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പായി യുദ്ധശേഷിയിലേക്ക് അത്യാധുനിക ആയുധങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ഇന്ത്യ. വ്യോമയുദ്ധരംഗത്ത് ചൈനയ്ക്കും പാകിസ്ഥാനും ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് രാജ്യം. അതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിലേക്ക് അത്യാധുനിക തദ്ദേശീയ ഡ്രോണുകൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ ഉപകരണ നിർമ്മാതാക്കളായ SMPP വികസിപ്പിച്ചെടുത്ത 100 പീസ് കീപ്പർ അഗ്നിവേഗ് ഓപ്പറേഷണൽ കാമിക്കാസെ ഡ്രോണുകളും 6 ട്രെയിനിംഗ് ഡ്രോണുകളും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി. വെറും 6 മാസത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ സുപ്രധാന കൈമാറ്റം പൂർത്തിയാക്കിയത്. ഇത് തന്നെയാണ് ഇവിടെ പ്രധാനവും. പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പായിട്ടാണ് ഈ നേട്ടത്തെ വിലയിരുത്തുന്നത്. എന്താണ് കാമിക്കാസെ ഡ്രോണുകൾ? പരമ്പരാഗത പീരങ്കിപ്പടയ്ക്കും ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾക്കും ഇടയിലുള്ള പ്രതിരോധ വിടവ് നികത്താൻ ഈ പുത്തൻ വ്യോമയാനങ്ങൾക്ക് സാധിക്കുമോ? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ആത്മഹത്യാ സ്ക്വാഡുകളായ കാമിക്കാസെ പൈലറ്റുമാരിൽ നിന്നാണ് ഈ പേര് ഡ്രോണുകൾക്ക് ലഭിക്കുന്നത്. ശത്രുവിന്റെ കപ്പലുകളിലേക്കും ക്യാമ്പുകളിലേക്കും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വിമാനങ്ങൾ നേരിട്ട് ഇടിച്ചിറക്കി നാശനഷ്ടം വരുത്തുന്നതായിരുന്നു അവരുടെ പ്രധാന രീതി. ഇതേ സാങ്കേതിക വിദ്യയാണ് ഈ ഡ്രോണുകളിലും ഉപയോഗിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഇത്തരം ഡ്രോണുകൾ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തിയാൽ ഒരു മിസൈൽ പോലെ അവയ്ക്ക് മുകളിലേക്ക് നേരിട്ട് ഇടിച്ചിറങ്ങി സ്വയം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. തിരികെ വരാൻ രൂപകൽപ്പന ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവയെ ആത്മഹത്യാ ഡ്രോണുകളെന്നും വിളിക്കുന്നുണ്ട്. സാധാരണ യുദ്ധവിമാനങ്ങളെക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ ശത്രുപാളയത്തിലുണ്ടാക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയും. അത്യന്തം അപകടകാരികളായ തരംഗങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം തടസ്സപ്പെടുത്തുന്ന ശത്രുവിന്റെ യുദ്ധമേഖലകളിൽ പോലും കൃത്യമായി പ്രവർത്തിക്കാൻ അഗ്നിവേഗിന് സാധിക്കുമെന്ന് സൈനിക പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം 180 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ ഡ്രോണുകൾ ടാബോജെറ്റ് എഞ്ചിന്റെ കരുത്തിലാണ് അതിവേഗത്തിൽ കുതിച്ചുവരുന്നത്. ലക്ഷ്യസ്ഥാനത്ത് നിന്നും 5 മീറ്ററിൽ താഴെ മാത്രം വ്യതിയാനത്തിൽ കൃത്യമായി ആഞ്ഞടിക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. ശത്രുരാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങൾ തകർത്തു തരിപ്പണമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇനി മിനിറ്റുകൾ തന്നെ ധാരാളമാണ്. സൈനികരുടെ ജീവൻ ഒട്ടും അപകടമില്ലാതെ തന്നെ ശത്രുക്കളെ അതിവേഗം തകർക്കാൻ പീസ് കീപ്പർ അഗ്നിവേഗ് ഡ്രോണുകളുടെ വരവോടെ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതും. തദ്ദേശീയ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ നേട്ടം ഇന്ത്യ കൈവരിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നതും. അതിൽ പ്രധാനിയാണ് ശത്രുവിന്റെ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രാജ്യം ശേഷി നേടി എന്നത്. ഇതിനായി ഹൈപ്പർസോണിക് വേഗതയുള്ള AD-1, AD-2 മിസൈലുകൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. കപ്പൽവേദ മിസൈലായ NASM-MR പരീക്ഷണവും വിജയിച്ചിട്ടുണ്ട്. അത്യാധുനിക ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും ഭസ്മമാക്കാനും ഇതിന് കഴിയും. ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ ബഹുതല ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇതോടെ മാറിയിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേൽ എന്നിവയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയ മറ്റു രാജ്യങ്ങൾ. ഒഡീഷ തീരത്തെ ടെസ്റ്റ് റേഞ്ചിൽ 10, 11 തീയതികളിലായിരുന്നു പരീക്ഷണം. മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർത്തിട്ടുണ്ട്. ഈ മിസൈലുകളുടെ പ്രധാന പ്രത്യേകതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. AD-1 മിസൈൽ 1500 മുതൽ 3000 കിലോമീറ്റർ വരെ മാരക നശീകരണ ശേഷിയുണ്ട്. 5000 കിലോമീറ്റർ വരെ റേഞ്ച് ഉയർത്താനും സാധിക്കും. അടുത്തത് AD-2 മിസൈൽ 5000 കിലോമീറ്റർ അകലെ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകളെയും ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളെയും തകർക്കും. NASM-MR അതായത് നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് ഇടത്തരം ശ്രേണിയിലെ കപ്പൽവേദ മിസൈലാണിത്. റഡാറിനെ വെട്ടിക്കാനുള്ള കഴിവ്, ഒപ്പം 350 കിലോമീറ്റർ അകലെയുള്ള യുദ്ധക്കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കും. ഇന്ത്യയുടെ ഈ ചരിത്ര നേട്ടത്തിൽ DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷാ ഭീഷണികൾക്കെതിരെ പ്രതിരോധ കവചം തീർക്കാൻ ഈ പരീക്ഷണങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം Xൽ കുറിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ വളർന്നുവരുന്ന വ്യോമാക്രമണ ഭീഷണികളെ നേരിടാൻ സജ്ജമാണെന്നും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ തദ്ദേശീയ കരുത്തിന്റെ തെളിവാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെയൊന്നും തീരുന്നില്ല. 12,000 കിലോമീറ്റർ റേഞ്ചുള്ള അഗ്നി-6 ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ ഇന്ത്യ ഉടൻ പരീക്ഷിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
ലോഞ്ച് കോംപ്ലക്സ് 3 പരിസരത്തെ 3.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 10,000-ൽ പരം ഗ്രാമീണരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 4 ഘട്ടമായാണ് അഗ്നി 6ന്റെ പ്രവർത്തനം. 10-ലധികം ആണവ യുദ്ധമുനകൾ വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം തൊടുക്കും. ഇതിനുള്ള MIRV സാങ്കേതികവിദ്യ DRDO സ്വന്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ തദ്ദേശീയ കരുത്തിന്റെ പുത്തൻ അധ്യായങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം.